ജാമിഉൽ ഫുതൂഹിൽ വെച്ചുകൊണ്ട് റബീഉൽ അവ്വലിലെ ആദ്യത്തെ തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാർ ബറക്കത്തെടുക്കാൻ വേണ്ടി പ്രദർശിപ്പിക്കുകയാണ്. ഏതുപോലെ മക്കക്കാർ ചെയ്തതുപോലെ, അതുപോലെ തന്നെ മൗലിദുൽ അക്ബർ അവിടെ ഓതുകയാണ്, ഏതുപോലെ മക്കക്കാർ ചെയ്തതുപോലെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു വിശുദ്ധമായ റബീഉൽ അവ്വലിനെ കൂടി സ്വീകരിക്കാനായി ലോക മുസ്ലിമീങ്ങൾ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന ഈ വേളയിൽ എല്ലാ കൊല്ലവും രംഗപ്രവേശനം നടത്താറുള്ളതുപോലെ വഹാബികൾ പല രൂപത്തിലും, വഹാബി എന്ന് പറയുന്നത് തന്നെ വേറെ ഒരു മതമാണ്, വേറെ ഒരു ആശയമാണ്. ആ വഹാബികൾ നബിദിനാഘോഷത്തിനെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാരായണം ചെയ്യുന്നതിനെതിരിൽ രംഗപ്രവേശനം ചെയ്യുന്നതായി കാണാം. ഇവിടെ ലോക മുസ്ലിമീങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹുകളെ കൊണ്ടും അതുപോലുള്ള ഇസ്ലാം അംഗീകരിക്കുന്ന ആഘോഷങ്ങളെ കൊണ്ടും ധന്യമാക്കുവാൻ വിശുദ്ധമായ ഖുർആൻ നമുക്ക് തെളിവാണ്. സ്വഹീഹായ ഹദീസുകൾ തെളിവാണ്. ലോകത്ത് കഴിഞ്ഞുപോയ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും നമുക്ക് തെളിവാണ്. വിശുദ്ധമായ മൗലിദാഘോഷത്തിൻ്റെ അസ്ല്, അടിസ്ഥാനം, അത് വിശുദ്ധ ഖുർആനിലും വിശുദ്ധ ഹദീസിലും എമ്പാടും തെളിവുകളുണ്ട്. ഹിജ്റ 300 ശേഷം വന്ന ബിദ്അത്തുൻ ഹസന എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന വിപുലമായ രീതിയിലുള്ള നബിദിനാഘോഷത്തെക്കുറിച്ചാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, തറാവീഹ് നിസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി കാണിച്ചു തന്നതാണ്. പക്ഷേ ഒരൊറ്റ ഇമാമിൻ്റെ കീഴിൽ വലിയ ഒരു ജമാഅത്ത്, അൽ ജമാഅത്തുൽ കുബ്ര, വലിയ ഒരു ജമാഅത്ത് ഒരൊറ്റ ഇമാമിൻ്റെ കീഴിൽ നടത്തിയത് അത് ബിദ്അത്തുൻ ഹസന. അതിനെക്കുറിച്ചാണ് സ്വഹീഹുൽ ബുഖാരിയിൽ നിഅ്മത്തിൽ ബിദ്അത്തു എന്ന് പറയാനുള്ള കാരണം. എന്നതുപോലെ നബിദിനാഘോഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിലുള്ള സന്തോഷ പ്രകടനം അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഇന്ന് കാണുന്ന വിപുലമായ രൂപത്തിലുള്ളത് അത് 300 ശേഷം വന്നതാണ്. അതാണ് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്. അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സന്ദർഭത്തെ നിങ്ങളെ മുന്നിലേക്ക് ഈ വീഡിയോയായിട്ട് വരാനുള്ള കാരണം, വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസും എമ്പാടും ഇമാം സുയൂത്തിയെ പോലുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇതിന് വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാം. പക്ഷേ ഈ നബിദിനാഘോഷം എന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു സൽപ്രവർത്തനമാണ്. നബിദിനാഘോഷം എന്നുള്ളത് പരിശുദ്ധമായ മക്കയിലുണ്ടായിരുന്നു, അതുപോലുള്ള നാടുകളിൽ ഉണ്ടായിരുന്നു. വഹാബികളുടെ രംഗപ്രവേശനത്തിൻ്റെ ശേഷമാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് ആ നബിദിനാഘോഷത്തെ ഉന്മൂലനം ചെയ്യപ്പെട്ടത്. അതിലേക്ക് വ്യക്തമായ രൂപത്തിൽ ചില ഉദ്ധരണികൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിലൂടെ ലോക മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത്, നബിദിനാഘോഷം കൊച്ചു കേരളത്തിലേക്ക് കയറി വന്നത്, നബിദിനാഘോഷം കൊച്ചു കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിൽ നിന്ന് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. പരിശുദ്ധമായ മക്കയിൽ നിന്നാണ് കൊച്ചു കേരളത്തിലേക്ക് നബിദിനാഘോഷം വന്നത്. അത് നബിദിനാഘോഷം മാത്രമല്ല, ബറക്കത്തെടുക്കലാണെങ്കിലും ഇസ്തിഗാസയാണെങ്കിലും തവസ്സുലാണെങ്കിലും പരിശുദ്ധമായ മക്കത്തുൽ മുകറമ, പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറ, അവിടുന്നാണ് കൊച്ചു കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. ഉദാഹരണമായി റിഹ്ലത്ത് ഇബ്നു ജുബൈർ, ബഹുമാനപ്പെട്ട ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു,
അവിടുന്നും ഇവിടുന്നും കേട്ട് രേഖപ്പെടുത്തിയതല്ല. ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ മക്കയിൽ പോയി താമസിക്കുമ്പോൾ, പരിശുദ്ധമായ മദീനയിൽ പോയി താമസിക്കുമ്പോൾ നേർക്ക് നേരെ കണ്ട് അനുഭവ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു തൻ്റെ റിഹ്ല എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത്. ഇബ്നു ജുബൈർ തങ്ങൾ ഹിജ്റ 539 ഭൂജാതനായ പണ്ഡിതനാണ്. ഏകദേശം 900 അല്ലെങ്കിൽ 950 കൊല്ലങ്ങൾക്ക് മുമ്പ് 950 കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിക്കുകയും ബഹുമാനപ്പെട്ടവർ യാത്ര തിരിക്കുന്നത് ഹിജ്റ 578 ഏതായിരുന്നാലും 900ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഹിജ്റ 539 എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഗസാലി ഇമാമിന്റെ കാലഘട്ടം കഴിഞ്ഞ ഉടനെയാണ് പൂർവ്വസൂരികളായ ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും താമസിച്ചിരുന്ന വസിച്ചിരുന്ന അവർ ഈ ഭൂമി ലോകത്ത് ജനിച്ച് അവരുടെ പ്രബോധനങ്ങളൊക്കെ നടത്തിയിരുന്ന കാലത്താണ് ഇബ്നു ജുബൈർ തങ്ങളും ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത്. ആ ഇബ്നു ജുബൈർ തങ്ങൾ ഹിജ്റ 578 പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിൽ പോയി. സ്ക്രീനിൽ കാണാം, ഞാൻ വായിക്കുന്നത് വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കണം. ഈ വഹാബീസത്തിന്റെ ചതിയിൽ പെട്ടുപോകണ്ട. പരിശുദ്ധമായ മദീനയിൽ ഉണ്ടായിരുന്നു, പരിശുദ്ധമായ മക്കയിൽ ഉണ്ടായിരുന്നു ഇബ്നു ജുബൈർ തങ്ങൾ 900 കൊല്ലങ്ങൾക്ക് മുമ്പ്. 900 കൊല്ലങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെയും മുമ്പ്, ഇമാം റാഫിഈ തങ്ങൾക്ക് മുമ്പ്. ഇബ്നു തൈമിയ്യ അന്ന് സ്വപ്നത്തിൽ പോലും ഒരു ചിത്രത്തിലും ഇല്ല. ഇബ്നു തൈമിയ്യ സ്വപ്നത്തിൽ പോലും വരാത്ത കാലഘട്ടം, ഇബ്നുൽ ഖയ്യിം ഒരു രംഗപ്രവേശനം ചെയ്യാൻ പറ്റാത്ത കാലഘട്ടം. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഇബ്നു ജുബൈർ തങ്ങൾ പറയുന്നു, വമിൻ മശാഹിദിഹൽ കരീമത്തി അയ്ളാ, പരിശുദ്ധമായ മക്കയിലെ കാണേണ്ട മശ്ഹദുകളിൽ പെട്ടതാണ്, കാണേണ്ട സ്ഥലങ്ങളിൽ പെട്ടതാണ് മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ക്രീനിൽ വായിച്ചെടുക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. വമിൻ മശാഹിദിഹൽ കരീമത്തി അയ്ളൻ മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം ആദരിക്കപ്പെടുന്ന മശ്ഹദുകളിൽ പെട്ടതാണെന്ന് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. വത്തുർബത്തി ത്വാഹിറത്തില്ലതി ഹിയ അവ്വലു തുർബത്തിൻ മസ്സത് ജിസ്മഹു ത്വാഹിറ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ബോഡിയുമായി ചേരാൻ, ആദ്യമായി സ്പർശനം നടത്താൻ ഭാഗ്യം കിട്ടിയ ആ സ്ഥലം പരിശുദ്ധമായ മക്കയിൽ കാണേണ്ട സ്ഥലമാകുന്നു. ഇനി പറയട്ടെ, ബുനിയ അലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു മസ്ജിദുൻ, ഒരു പള്ളി. ഒരു പള്ളി അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. 950 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥയാ പറയുന്നത്. അവിടുന്നും ഇവിടുന്നും കേട്ടതല്ല, നേർക്ക് നേരെ കണ്ടു പറയുകയാ. ബുനിയ അലൈഹ മസ്ജിദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ലം യുറ അഹ്ഫല ബിനാഅൻ മിൻഹു. സുബ്ഹാനല്ലാഹ്, ആ പള്ളിയേക്കാൾ ആൾക്കാർ സംഗമിക്കുന്ന വേറെ ഒരു പള്ളിയും അവിടെ മക്കയിൽ കാണാൻ കഴിയപ്പെടുന്നില്ല. അത്രത്തോളം സുന്ദരമായ ഒരു പള്ളിയാണ്. അക്സറുഹു ദഹബും മുനസ്സലും ബിഹി. സുബ്ഹാനല്ലാഹ്, അക്സറുഹു, ആ പള്ളിയുടെ സിംഹഭാഗ സ്ഥലത്തും ദഹബും മുനസ്സലും ബിഹി, മോടി പിടിപ്പിക്കാനായി പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട സ്വർണം കൊണ്ട് പൂശപ്പെട്ട ഭാഗങ്ങൾ ആ പരിശുദ്ധമായ പള്ളികളിൽ കാണാം. ഇനിയും പറയട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 950 കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ട കിതാബാണ് വൽ മൗളിഉൽ മുഖദ്ദസുല്ലദീ സഖത ഫീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാഅത്തൽ വിലാദത്തി സഈദത്തിൽ മുബാറക അല്ലതി ജഅലഹ അല്ലാഹു റഹ്മത്തൻ ലിൽ ഉമ്മത്തി അജ്മഈൻ. ലോകത്തുള്ള സർവ്വ സമുദായക്കാർക്കും കാരുണ്യമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീണ ആ പരിശുദ്ധമായ സ്ഥലം മഹ്ഫൂഫും ബിൽ ഫിദ്ദ, വെള്ളി കൊണ്ട് പൂശപ്പെട്ടിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്ത് മഹ്ഫൂഫും ബിൽ ഫിദ്ദ, വെള്ളി കൊണ്ട് പൂശപ്പെട്ടിരിക്കുകയാണ്. അന്നത്തെ മക്കക്കാര് ഖുറാഫികളാണോ വഹാബികളെ? അന്നത്തെ മക്കക്കാര് ഖുബൂരികളാണോ വഹാബികളെ? അന്നത്തെ മക്കക്കാര് മുബ്തദിഈങ്ങളാണോ വഹാബികളെ? അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ലേ? ഇമാം റാഫിഈക്ക് മുമ്പുള്ള മക്കക്കാരാണ്, ഇമാം നവവിക്ക് മുമ്പുള്ള മക്കക്കാരാണ്, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ സമകാലികരായ മക്കക്കാരാണ്, ഗസാലി ഇമാമിന്റെ പാദസ്പർശനമേറ്റ തൊട്ടു താഴെയുള്ള അതേ സമകാലികന്മാരായ പണ്ഡിതന്മാരാണ്. അവരൊക്കെ ഖുബൂരികളാണോ? അവരൊക്കെ മുബ്തദിഈങ്ങളാണോ? അന്നത്തെ മക്കക്കാർക്ക് വിവരമില്ലാത്തവരാണോ? ഇന്നത്തെ ഇതാണ് കേരളത്തിലേക്ക് കടന്നു വന്നത്. മക്കക്കാര് ചെയ്ത പണിയാ. ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു തന്റെ റിഹിലയുടെ 79ാമത്തെ പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഇനിയും പറയട്ടെ, ഫയാലഹ തുർബ ശറഫഹ അല്ലാഹു ബിഅൻ ജഅലഹ മസ്ഖത അത്ഹരിൽ അജ്സാമി വമൗലിദ ഖൈറിൽ അനാമി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅഹ്ലിഹി വസ്വഹാബിഹിൽ കിറാമി വസല്ലമ തസ്ലീമാ. എന്ത് പരിശുദ്ധമായ മണ്ണാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീണ മണ്ണല്ലേ? അതിന്റെ മഹത്വം പറഞ്ഞിട്ട് ഇനി കേട്ടോ മൗലവിമാരെ, ഇനി കേട്ടോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വഹാബീസത്തിന്റെ ചതിയിൽ പെട്ടുപോകണ്ട, വഹാബീസത്തിന്റെ ചതിയിൽ പെട്ടുപോകണ്ട. യുഫ്തഹു ഹാദൽ മൗളിഉൽ മുബാറകു, ആ ബറക്കത്താക്കപ്പെട്ട സ്ഥലം തുറന്നു കൊടുക്കാറുണ്ട്. യുഫ്തഹു, തുറന്നു കൊടുക്കാറുണ്ട്. ഹാദൽ മൗളിഉൽ മുബാറക്, ഈ ബറക്കത്താക്കപ്പെട്ട സ്ഥലം തുറന്നു കൊടുക്കാറുണ്ട്. ഫയദ്ഖുലുഹുന്നാസു കാഫത്തൻ, സർവ്വജനങ്ങളും ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാറുണ്ട്. മുതബർരികീന ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വെള്ളി കൊണ്ട് പൂശപ്പെട്ട ആ സ്ഥലം കൊണ്ട് ബറക്കത്തെടുക്കുന്നവരായ സ്ഥിതിയിൽ സർവ്വ മുസ്ലിമീങ്ങളും ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാറുണ്ട്. എപ്പോ? ഫീ ശഹരി റബീഉൽ അവ്വൽ, ഫീ ശഹരി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ, പ്രത്യേകിച്ച് വയൗമിൽ ഇസ്നൈനി മിൻഹു, റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ച് ആ റബീഉൽ അവ്വലിലെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസം ആ പള്ളിയിലേക്ക് മുസ്ലിമീങ്ങൾ ബറക്കത്തെടുക്കാനായി പ്രവേശിക്കാറുണ്ട്. ഇതിന്റെ പേരാണ് മൗലവിമാരെ നബിദിനാഘോഷം. എന്തിനാ റബീഉൽ അവ്വലിൽ പ്രവേശിക്കുന്നത്? എന്തിനാ റബീഉൽ അവ്വലിലെ ആദ്യ തിങ്കളാഴ്ചയിൽ പ്രവേശിക്കുന്നത്? അത് നബിദിനാഘോഷത്തിന്റെ ഭാഗമാണ്. അതാണ് നബിദിനാഘോഷം. 950 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മക്കക്കാരുടെ പ്രവർത്തനം റിഹിലത്ത് ഇബ്നു ജുബൈറിന്റെ 79ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അത് ഇന്നും കൊച്ചി കേരളത്തിൽ പരമ്പര മുറിയാതെ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ നിർവഹിക്കുന്നുണ്ട്. ഇതൊക്കെ പൂർവസൂരികളിൽ നിന്ന് അതേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ജീവിതത്തിൽ പകർത്തുന്നതാണ്. അന്നത്തെ മക്കക്കാര് റബീഉൽ അവ്വൽ മാസത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്തുള്ള പള്ളി, ആ പള്ളിയിൽ തന്നെ നബി തങ്ങൾ ജനിച്ച സ്ഥലം വെള്ളി കൊണ്ട് പൂശപ്പെട്ട സ്ഥലത്ത് ജനങ്ങൾ ബറക്കത്തെടുക്കാനായി റബീഉൽ അവ്വൽ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ബറക്കത്തെടുക്കാനായി പ്രവേശിക്കാറുണ്ടെന്ന് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു. അതേപോലെ ഇന്നും സലഫു സ്വാലിഹീങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ, റബീഉൽ അവ്വലിലെ ആദ്യത്തെ തിങ്കളാഴ്ച നോളജ് സിറ്റിയിലെ ജാമിഉൽ ഫുതൂഹിൽ മുമ്പത്തെ കൊല്ലങ്ങളിൽ പരിശുദ്ധമായ മർക്കസിലെ മസ്ജിദുൽ ഹാമിരിയിൽ വെച്ചുകൊണ്ട് മൗലിദുൽ അക്ബർ അതുപോലെ തന്നെ ആസാറും അതിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് ബറക്കത്തെടുക്കുകയാണ്. ഇന്ന് ഇക്കൊല്ലമാണെങ്കിലോ ജാമിഉൽ ഫുതൂഹിൽ വെച്ചുകൊണ്ട് റബീഉൽ അവ്വലിലെ ആദ്യത്തെ തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാർ ബറക്കത്തെടുക്കാൻ വേണ്ടി പ്രദർശിപ്പിക്കുകയാണ്. ഏതുപോലെ മക്കക്കാര് ചെയ്തതുപോലെ, അതുപോലെ തന്നെ മൗലിദുൽ അക്ബർ അവിടെ ഓതുകയാണ്. ഏതുപോലെ മക്കക്കാര് ചെയ്തതുപോലെ.
ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇബ്നു ജുബൈർ തങ്ങൾ ഖുബൂരിയാണോ? ഇബ്നു ജുബൈർ തങ്ങൾ മുബ്തദി ആണോ? മക്കക്കാർ മുബ്തദി ആണോ? ഇനിയും പറയട്ടെ. ലിഅന്നഹു കാന ശഹ്റ മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. വഫിൽ യൗമിൽ മദ്കൂരി ഉലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തിങ്കളാഴ്ചയാണല്ലോ ഈ ലോകത്ത് ഭൂജാതരായത്. മാത്രമല്ല വതുഫ്തഹുൽ മവാദിഉൽ മുഖദ്ദസത്തുൽ മദ്കൂറത്തു കുല്ലുഹാ. മുകളിൽ പറയപ്പെട്ട പരിശുദ്ധമായ എല്ലാ സ്ഥലങ്ങളും റബീഉൽ അവ്വൽ മാസത്തിൽ മക്കക്കാർ തുറന്നു കൊടുക്കാറുണ്ട്. വഹുവ യൗമുൻ മശ്ഹൂദുൻ ബിമക്കത ദായിമാ. അത് പരിശുദ്ധമായ മക്കയിൽ ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറയുന്ന ദിവസങ്ങളാണ്. നിത്യമായിട്ട് ഇത് സംഭവിക്കാറുണ്ട്. റിഹ്ലത്ത് ഇബ്നു ജുബൈറിന്റെ 79ാമത്തെ പേജ്. 950 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടത്. ആ പള്ളി പൊളിച്ചത് ആരാണ്? ലോക മുസ്ലിമീങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലത്ത് പള്ളിയുണ്ടായിരുന്നു. 950 കൊല്ലങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട കിതാബിൽ പറയുന്നു. ആ പള്ളി ആരാ പൊളിച്ചത്? ആ പള്ളിയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്ത് വെള്ളി കൊണ്ട് പൂശപ്പെട്ട സ്ഥലമുണ്ടായിരുന്നു. അതാരാ ഇല്ലാതാക്കിയത്? ഉള്ള എല്ലാ ആസാറിനെയും തച്ചു പൊളിച്ച് തരിപ്പണമാക്കി മക്കത്തുണ്ടോ? മക്കയിൽ നബിദിനാഘോഷമുണ്ടോ? മദീനയിൽ നബിദിനാഘോഷമുണ്ടോ? ഉണ്ട്. നിങ്ങൾ പൊളിച്ചു കളഞ്ഞതല്ലേ, നിങ്ങൾ ഇല്ലാതാക്കിയതല്ലേ. ജൂതന്മാരുടെ കയ്യിൽ നിന്ന് അച്ചാര വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കിയതല്ലേ. റിഹ്ലത്ത് ഇബ്നു ജുബൈർ തള്ളാൻ പറ്റുമോ? അതേപോലുള്ള പ്രവർത്തനങ്ങൾ ഇന്നും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പകർത്തിക്കൊണ്ടിരിക്കുകയാ ഇലാ യൗമിൽ ഖിയാമ. അത് ചെയ്യുക തന്നെ ചെയ്യും. അതാണ് യഥാർത്ഥ ദീൻ. നബിദിനാഘോഷം നടത്തുന്നതാണ് യഥാർത്ഥ ദീൻ. മാത്രമാണോ ഇത്? ഇബ്നു ജുബൈർ തങ്ങൾ മാത്രമാണോ? ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടില്ല ഈ സംഭവം. ഖസ്തല്ലാനി മാത്രമല്ല, ഇബ്നു ഹജറിനിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു മക്കയിൽ മുദരിസല്ലേ, ഇരു ഹറമിലെയും ഖാദിയല്ലേ. ആ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലല്ലേ. ആ ഇബ്നു ഹജറിനിൽ ഹൈത്തമി മക്കയിൽ ജീവിച്ചു. എത്രയോ കൊല്ലത്തോളം മക്കയിൽ ജീവിച്ചു. ആ ഇബ്നു ഹജറിനിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു പോലും മക്കക്കാരുടെ പ്രവർത്തനം ഇങ്ങനെയാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇമാം ഖസ്തല്ലാനി തങ്ങൾ അൽ മവാഹിബുൽ ലദുന്നിയ 1ാമത്തെ വോള്യം 248 പറയുന്നു. വഖീല ലിഅശ്രിൻ വഖീല ലിസ്നി അശറ വഅലൈഹി അമലു അഹ്ലി മക്കത ഫീ സിയാറതിഹിം മൗളിഅ മൗലിദിഹി ഫീ ഹാദൽ വഖതി. കണ്ടോ, റബീഉൽ അവ്വൽ 12-ന് മക്കക്കാര് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം സന്ദർശിക്കാറുണ്ട്. അത് മക്കക്കാരുടെ പ്രവർത്തനമാണെന്ന് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുന്നിയയുടെ രേഖപ്പെടുത്തുന്നതായി കാണാം. അതുകൊണ്ട് ലോക മുസ്ലിമീങ്ങളോട് പറയാനുള്ളത്, വഹാബീസത്തിന്റെ ചതിയിൽ പെട്ടുപോകണ്ട. മക്കയിലുണ്ടായിരുന്നു, മദീനയിലുണ്ടായിരുന്നു, എല്ലായിടത്തുമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ജുബൈർ തങ്ങൾ പോയത് ഹിജ്റ 578 578 പോയപ്പോൾ അന്ന് കാണാൻ കഴിഞ്ഞു. ഇത് 478 പോയാൽ അന്നും കാണാം. 378 പോയാൽ അന്നുമുണ്ട്. 278 അന്നുമുണ്ട്. 178 അന്നുമുണ്ടായിരുന്നു. 578 പോയ ആൾക്ക് അന്നത്തെ കഥയല്ലേ പറയാൻ പറ്റുള്ളൂ. മുമ്പേ ഉണ്ട്. അത് വഹാബീസത്തിന്റെ ആ ഒരു പിടിയിലമർന്നു പോയപ്പോൾ അതൊക്കെ തച്ച് പൊളിച്ച് തരിപ്പണമാക്കിയിട്ട് പിന്നീട് ചോദിക്കുകയാണ് മക്കയിലുണ്ടോ, മദീനയിലുണ്ടോ? എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് വഹാബീസം എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ ഏജന്റാണ്. ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അവരുടെ ചതിയിൽ പെടണ്ട. അല്ലാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.